വെൽക്കം ടു ദ വുമൺ ഓഫ് ഓണർ സീരീസ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഒരു നല്ല ദിവസം, അതോടൊപ്പം തന്നെ ഒരു നല്ല വീക്കെൻഡും നേരുകയാണ്. ദൈവം എല്ലാവരെയും സുരക്ഷിതരായിട്ട് സന്തോഷത്തോടെയും സമാധാനത്തെയും കുടുംബത്തോടെയും എല്ലാവരെയും കാക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. അവൻ്റെ ചിറകിൻ്റെ കീഴിൽ നമുക്ക് അഭയം പ്രാപിക്കാം. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പല മനുഷ്യരും ഒരു മാനസികമായും തകർന്ന അവസ്ഥയിലും, അതുപോലെ തന്നെ ശരിയായ ഒരു ഫൈനാൻഷ്യൽ പ്ലാനിങ്ങോ കൺട്രോളോ ഒന്നുമില്ലാതെ കിട്ടുന്നതൊക്കെ ചിലവാക്കി അതിനപ്പുറമായിട്ട് കടം വാങ്ങി ഒത്തിരി ദുരിതത്തിലായിട്ട് കഷ്ടം അനുഭവിക്കുന്ന ജനങ്ങളെക്കുറിച്ചും, അങ്ങനെ ആത്മഹത്യക്ക് ശ്രമിക്കുന്നവർ, അതുപോലെ തന്നെ വീടുകൾ ജപ്തിയായി പോകുന്നവരെ കുറിച്ചൊക്കെ വായിക്കുവാനിടയാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ജീവിതം? ഇത്ര കാലം എത്രയോ മനുഷ്യർ ജീവിച്ച മണ്ണാണ് നമ്മളുടേത്. എന്നാൽ ഇത്രമാത്രം ദുരിതങ്ങൾ അനുഭവിക്കുന്നത്, ഇത്രമാത്രം നമ്മൾ ഉയർച്ചയിലേക്ക് വന്ന നാളുകളിലാണല്ലോ എന്നോർക്കുമ്പോൾ പ്രയാസം തോന്നുന്നുണ്ട്. എന്നാൽ നമ്മൾ തന്നെ നമ്മളെ സ്വയം ഡിസിപ്ലിൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിനുള്ള ഏക മാർഗം. നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ പണത്തിൻ്റെ വാല്യൂ മനസ്സിലാക്കുവാനും അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് മനസ്സിലാക്കാനും വരവ് ചെലവുകളെക്കുറിച്ച് അറിയുവാനും, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഈ കിട്ടുന്നതായ പണവും അതുപോലുള്ള നമ്മുടെ സമ്പത്തൊക്കെ കൈകാര്യം ചെയ്യേണ്ടതെന്നും അതിനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്നൊക്കെയും പഠിക്കുവാനും അത് പ്രാവർത്തികമാക്കുവാനും, പഠിച്ചാൽ മാത്രം പോരാ, പ്രാവർത്തികമാക്കണം. അങ്ങനെ നമ്മുടെ സെൽഫിനെ നമ്മൾ ഒരു കൺട്രോൾ ചെയ്ത് നമ്മളൊരു സെൽഫ് ഡിസിപ്ലിനിലേക്ക് കൊണ്ടുവന്ന് ഫൈനാൻഷ്യൽ ഡിസിപ്ലിന് ഉണ്ടാക്കിയെടുക്കണമെന്ന് എല്ലാവരോടും അപേക്ഷിക്കുകയാണ്. ഇതിൽ നിറയെ പേർക്ക് പ്രശ്നങ്ങളില്ലായിരിക്കാം. എന്നാൽ എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതിനൊരു മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമാണ്. നമ്മളുടെ വരുമാനവും നമ്മളുടെ സാഹചര്യങ്ങളും നമ്മളുടെ ചിലവുകളും നമുക്ക് മാത്രമേ അറിയാവുള്ളൂ. നമ്മളത് മറ്റുള്ളവരെ കമ്പയർ ചെയ്ത് ജീവിക്കാതെ നമുക്ക് വരുന്നത് കൊണ്ട് ഉള്ളത് കൊണ്ട് ഏറ്റവും പ്രയോജനപ്പെടുന്ന രീതിയിലും ഏറ്റവും ആനന്ദകരമായും, അതായത് നമ്മൾക്ക് സംതൃപ്തിയോടെ ജീവിക്കാനുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത് ആവശ്യമാണ്. കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രയാസങ്ങൾ കൂടുന്നത്. നമ്മൾ വാങ്ങിക്കും. നമ്മളുടെ ആവശ്യങ്ങളെ തിരിച്ചറിയുക, പ്രയോറിറ്റൈസ് ചെയ്യുക. നമ്മുടെ ചിലവുകൾ എന്തായിരിക്കണം, നമ്മളുടെ ആവശ്യങ്ങൾ എന്തായിരിക്കണം, അത്യാവശ്യങ്ങൾ എന്തായിരിക്കും, അതെല്ലാം പ്രയോറിറ്റൈസ് ചെയ്ത് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി അത് പ്രകാരം നമ്മൾ ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കി ഓരോ മാസവും അങ്ങനെ ജീവിക്കാനായിട്ട് ശീലിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു മാസവും നല്ലൊരു ദിവസവും നല്ലൊരു ആയുസ്സും നേരുന്നു. ബൈ ടു ഓൾ. ബൈ.